الحمد لله رب العالمين والعاقبة للمتقين اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും സഫലമാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളടക്കമുള്ള ബന്ധുമിത്രാദികൾക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി അല്ലാഹു തആല നാം ഏവരെയും മരിപ്പിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മപ്പോൾ കടന്നു പോകുന്നത് കടുത്ത ചൂടിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ്. പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളും സാധാരണമായ സംഭവങ്ങൾ മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സൃഷ്ടിച്ച ഈ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ചൂട് കൂടുമ്പോഴും മഴ ശക്തമാകുമ്പോഴും കാറ്റടിക്കുമ്പോഴുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രകൃതിയിൽ നാം അനുഭവിക്കുന്ന ഓരോ കാലാവസ്ഥകളും വളരെ കൃത്യമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് വളരെ കൃത്യമായ അള്ളാഹുവിന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ പ്രകൃതിയിൽ മനുഷ്യർ അനുഭവിക്കുന്ന ഓരോ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറ അമ്മ നമുക്കൊക്കെ ഒരു സുപരിചിതമായ ഒരു സൂറത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അലം നജ്അൽ അർള മിഹാദ, ഈ ഭൂമിയെ മനുഷ്യർക്ക് ഒരു തൊട്ടിൽ പോലെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനമാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടില്ലേ. വൽ ജിബാല ഔതാദ, ആ ഭൂമി നിലനിൽക്കുന്നതിന് വേണ്ടി ഭൂമിക്ക് മുകളിലായി പർവ്വതങ്ങളെ ആണികളെ പോലെ നാം സംവിധാനിച്ചിട്ടില്ലേ. വഖലഖ്നാകും അസ്വാജ, നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഇണയും തുണയും സംവിധാനം, കുടുംബ സംവിധാനം നാം ഒരുക്കി തന്നിട്ടില്ലേ. വജഅൽനാ നൗമക്കും സുബാത, രാത്രി സമയത്ത് സുഖമായി ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നാം നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടില്ലേ. വജഅൽനൽ ലൈല ലിബാസ, ആ രാത്രി തന്നെയാണ് നിങ്ങൾ സുഖമായി ഉറങ്ങേണ്ടതും വിശ്രമിക്കേണ്ടതും ആരോഗ്യപരമായിട്ട് നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി രാത്രി സമയത്ത് ഉറക്ക് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ രൂപത്തിൽ അതിനെ നാം നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നിട്ടില്ലേ. വജഅൽനൻ നഹാറ മആശ, അതുപോലെ തന്നെ പകൽ സമയം നിങ്ങളുടെ ജീവിതോപാധിയായി ജീവിതമാർഗമായിട്ട് നിങ്ങൾക്ക് നാം ഒരുക്കി തന്നിട്ടില്ലേ. വജഅൽനാ ഫൗഖക്കും സബ്അൻ ശിദാദ, നിങ്ങൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ ഉച്ചിയിലായിട്ട് 7 തട്ടുകളിലായി ആകാശത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വജഅൽനാ സിറാജൻ വഹാജ, അവിടെ കനത്ത പ്രകാശം നൽകുന്ന ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ സംവിധാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന, അവൻ അനുഭവിക്കുന്ന പ്രകൃതിയിൽ ഓരോ പ്രതിഭാസങ്ങളെ കുറിച്ചും അതിന്റെ കാര്യകാരണ സഹിതം പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മൊത്തത്തിൽ ഈ ഭൂമിയുടെ ചലനം, ഈ ഭൂമിയുടെ പ്രയാണം വളരെ കൃത്യമായിട്ട് അത് സൂര്യോർജവുമായി ബന്ധപ്പെട്ട് ചലിക്കുന്നതാണ് എന്നുള്ളതാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ, നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ
നാം അനുഭവിക്കുന്ന വെളിച്ചത്തിന്റെ, നാം അനുഭവിക്കുന്ന കാറ്റിന്റെ, നാം അനുഭവിക്കുന്ന മഴയുടെ, ഈ പ്രകൃതിയുടെ മാറ്റങ്ങളുടെയൊക്കെ പിന്നിലെ ചാലക ശക്തി അത് സൂര്യനാണ്. സൗരോർജം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ സൂര്യനാണ് വളരെ പ്രധാനപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ സൂര്യനെ ചുറ്റിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവായ ശാസ്ത്രം പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ ഖുർആൻ അതിലേക്കാണ് വളരെ കൃത്യമായി പലപ്പോഴും വിരൽ ചൂണ്ടുന്നത്. ശംസു തജ്രി ലിമുസ്തഖറ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യനെ നിങ്ങൾ നോക്കൂ, അത് അതിന്റെ സഞ്ചാരപഥത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ രൂപത്തിൽ മനുഷ്യൻ അധിവസിക്കുന്ന ഈ ഭൂമിയിലെ പ്രകൃതിയുടെ തേട്ടമായ സ്വാഭാവികമായ സാധാരണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കും. അത് പടച്ച റബ്ബിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സൂര്യന്റെ ചൂട് നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കി മാറ്റും. എന്നാൽ അതില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല, ഈ ഭൂമിക്ക് തന്നെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ചൂട് എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം പലപ്പോഴും ഈ ചൂട് എന്നുള്ളത് ഒരു പരീക്ഷണമാകാം, ചൂട് എന്നുള്ളത് ഒരു ശിക്ഷയാകാം. എല്ലാം ഇതിന്റെ ദാതാവായ അള്ളാഹുവിന്റെ നിയമപ്രകാരം, തീരുമാനപ്രകാരം മാത്രമാണ് നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു, ചൂട് കഠിനമായാൽ ഫഅബ്ദിദു ബിസ്സലാ, നിങ്ങൾ നിസ്കാരം അല്പം വൈകിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഫൈന ശിദ്ദത്തൽ ഹർറ്, ശക്തമായ ചൂട്, മിൻ ഖൈഹി ജഹന്നം, അത് സൂര്യന്റെ അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട് അത് നരകത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ചൂട് പോലും നരകത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ നരകത്തെ നാം ഭയപ്പെടണം. ഈ ഭൂമിയിലെ ഈ ചെറിയ ചൂട് പോലും അനുഭവിക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ, അത് നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ഈ നരകം എത്രമാത്രമായിരിക്കണം നമ്മെ ബുദ്ധിമുട്ടിക്കേണ്ടത്, ആ നരകത്തെ കുറിച്ചുള്ള ചിന്ത എത്രമാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നുള്ളതിലേക്കാണ് നാം ആലോചന നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇത്തരം ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളിലോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്ന കാലാവസ്ഥകളിലോ വിശ്വാസികൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, തീർച്ചയായും ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്നുള്ളതാണ്. അവിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്, പ്രയാസം പ്രകടിപ്പിക്കരുത്. ചൂട്, ദാഹം, ക്ഷീണം, ഈ സമയത്ത് മനുഷ്യൻ സഹനം കാണിക്കണം. ഈ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും അനുഭവിക്കുമ്പോ മനുഷ്യൻ സഹനം കാണിക്കുമ്പോ അതിന് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്നാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത, ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക എന്നുള്ളതാണ്. ദാഹം മനുഷ്യനെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ജീവനുള്ള വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദാഹം വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ദാഹവും വിശപ്പും സഹിക്കുക വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേദന സഹിക്കുന്നതിനേക്കാൾ അതികഠിനമാണ് ദാഹവും വിശപ്പും സഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, അത് മഹത്തായ സദഖയായിട്ട് നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തി ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവൻ സ്വർഗാവകാശിയായി എന്ന ഒരു ഹദീസിന്റെ ശകലം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അത് കേവലം ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നതിന്റെ പേരിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മനുഷ്യർക്ക് മാത്രമല്ല, ഓരോ മൃഗങ്ങൾക്കും, സസ്യലതാദികൾക്കും, പ്രാണികൾക്കും, അതേപോലെ തന്നെ പറവകൾക്കും എല്ലാം തന്നെ വെള്ളം ഒരുക്കാനും വെള്ളം കൊടുക്കാനുമുള്ള മനസ്സ് ഓരോ മനുഷ്യനും ഉണ്ടാകണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. തൊഴിലിടങ്ങളിൽ
ഈ ചൂട് കാലത്ത് വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന മാനേജ്മെന്റുമാർ ആലോചിക്കണം. വഴിയിലൂടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഒരുക്കണം. പള്ളികളിൽ ശുദ്ധമായ പാനീയങ്ങൾ ലഭ്യമാകണം. സ്ഥാപനങ്ങളിൽ ശുദ്ധമായ പാനീയങ്ങൾ ലഭ്യമാകണം. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു ചട്ടമാണ്, മനുഷ്യന്റെ ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ചൂട് കാലത്ത് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം. പറവകൾ ഉണ്ടാകും, കാക്കകൾ അടക്കമുള്ള നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, നമ്മുടെ ഇടപെടലിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാക്കയെ പോലുള്ള ജീവികൾ ഉണ്ടാകും, പട്ടിയെ പോലുള്ള മൃഗങ്ങൾ ഉണ്ടാകും. അത് പട്ടിയാണ്, അത് കാക്കയാണ് എന്ന് കരുതിയിട്ട് അതിന്റെ ദാഹശമനത്തിന് നാം തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. വെള്ളം അതിനു വേണ്ടി ഒരുക്കി കൊടുക്കണം. പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കണം, പട്ടിക്കും കാക്കയ്ക്കും വെള്ളം കൊടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര വിശാലമായ ഒരു ആശയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം അതുകൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കണം, ഈ ചൂടും ഖിയാമത്ത് നാളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. ഖിയാമത്ത് ദിനത്തിൽ സൂര്യൻ വളരെ അടുത്തു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ അടുത്തു വന്ന് ഇപ്പോൾ നമ്മൾ ലളിതമായ രൂപത്തിലുള്ള ഒരു വിയർപ്പാണ്. ആ വിയർപ്പത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ ശരീരത്തിന്റെ ഭാഗത്തുനിന്ന് വിയർപ്പുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം ധാരാളമായി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ആ മഹ്ശറയെ കുറിച്ച് പറയുന്നത് വെള്ളം കുടിക്കാൻ അവിടെയില്ല, പക്ഷെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഒഴുകുകയാണ്, ഒഴുകി 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 തീരുകയാണ്. അങ്ങനെ വിയർപ്പിൽ മുങ്ങുന്ന ഒരു അന്തരീക്ഷം പാർത്ഥികമായ ലോകത്തുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിയർപ്പ്, ആ വിയർപ്പുകൾ ഒഴുകുമ്പോൾ നാളെ പാർത്ഥികമായ ലോകത്ത് ഇതേപോലെ വിയർപ്പിൽ നിൽക്കേണ്ട ഒരു ഘട്ടമുണ്ട് എന്നൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ കാണിക്കുമാറാവട്ടെ. ആ ഒരു ചിന്തയും ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ വളരെ കൃത്യമായി ശരിപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, വലാ തസബ്ബുദ്ദഹ്റ, നിങ്ങൾ ഒരു കാലത്തെയും ചീത്ത പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ ഖാൽ, എന്തുകൊണ്ടെന്നാൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അനദ്ദഹ്ർ, ഞാനാണ് കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഖല്ലിബു ലൈലഹു വനഹാറഹു, ഓരോ കാലത്തെയും രാത്രിയെയും പകലിനെയും മാറ്റുന്നത് ഞാനാണ്. ഫൈദാ ശിഖ്തു, ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഖബത്തുഹ, ആ കാലത്തെ തന്നെ, ലോകത്തെ തന്നെ, നിങ്ങളെ തന്നെ ഞാൻ പിടികൂടുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ വല്ലാത്ത ചൂട് എന്ന് പറഞ്ഞ്, ഇതെന്ത് കാലം എന്ന് പറഞ്ഞ് അതിനാക്ഷേപിക്കാൻ പാടില്ല. ഇതെന്ത് മഴ എന്ന് പറഞ്ഞ് അതിനാക്ഷേപിക്കാൻ പാടില്ല. ഇതെന്ത് തണുപ്പ് എന്ന് പറഞ്ഞ് കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്താഗതിയായിരിക്കണം ചൂട് കൂടുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശക്തമായ ചൂടിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ അജ്ർനി മിൻ ഹദ്ദി ജഹന്നം, പടച്ചവനെ ഈ ശക്തമായ നരകത്തിന്റെ ഭാഗമായ ഈ ചൂടിൽ നിന്ന്, ഈ ചൂടിന്റെ കെടുതിയിൽ നിന്ന്, ഈ സൂര്യാഘാതത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമെന്ന പ്രാർത്ഥനയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ഈ ചൂടിന്റെ കാലഘട്ടത്തിൽ, ഈ ഉഷ്ണ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം ധാരാളം വെള്ളം കുടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിപ്പിക്കണം, മക്കൾക്ക് കുടിപ്പിക്കണം. അതേപോലെ രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ഈ രോഗാവസ്ഥയിൽ ചൂടുകാലം കൂടിയാകുമ്പോൾ വെള്ളം വല്ലാതെ ശരീരം ആവശ്യപ്പെടുമ്പോൾ ആരോഗ്യങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായി മാറുന്നത്. അതേപോലെ മറ്റുള്ളവരെ സഹായിക്കുക, നമ്മുടെ നിസ്കാരാദി മുറകളൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ഒരു ചിന്താഗതി കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ചൂടുകാലം ഒരിക്കലും ഒരു ശാപമല്ല, അത് ഓർമ്മപ്പെടുത്തലാണ്.
അള്ളാഹുവിന്റെ ശക്തി, ജഹന്നമിന്റെ യാഥാർത്ഥ്യം, ഖിയാമത്ത് നാളിന്റെ യാഥാർത്ഥ്യം, ഖിയാമത്ത് നാളിന്റെ കാഠിന്യം, അതിലേക്കെല്ലാമുള്ള ഓർമ്മപ്പെടുത്തലായിട്ട് വേണം ഈ ഒരു അവസ്ഥയെ നമ്മൾ കാണാൻ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ എല്ലാവിധ കെടുതിയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെ കൂട്ടുകുടുംബാദികളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഹദ്ദി ജഹന്നം ونسألك الجنة وما قرب إليها من قول وعمل وفعل واعتقاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.